നമസ്കാരം. സീഡ് ഇൻ്റർനാഷണൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീഡ് ഇൻ്റർനാഷണൽ എന്നത് കാസർഗോഡ് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ഓൺലൈൻ എഡ്യൂക്കേഷൻ വളരെ കുറഞ്ഞ ചെലവിൽ നൽകുന്ന ഒരു പ്രശസ്തമായ സ്ഥാപനമാണ്. കേരളത്തിലെ മറ്റെല്ലാ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, വെയർഹൗസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതായ വെയർഹൗസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സുകളെല്ലാം സീഡ് ഇൻ്റർനാഷണൽ വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പഠിക്കുന്നവർക്ക് എല്ലാവർക്കും പ്ലേസ്മെൻറ്റും നൽകുന്നുണ്ട്. ഈ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എന്താണ് ലോജിസ്റ്റിക്സ്, എന്താണ് വെയർഹൗസിംഗ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ലോജിസ്റ്റിക്സ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മൂവ്മെൻറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. മൂവ്മെൻറ്റ് അഥവാ പ്രയാണം, അതായത് ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഒരു സാധനം, ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സാധനം കൊണ്ടുപോകുന്നതിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലോജിസ്റ്റിക്സ് എന്ന് വിശേഷിപ്പിക്കാം. പ്രധാനമായും അത് റോഡ് മാർഗം, കടൽ മാർഗം, പ്ലെയിനിൻ്റെ സഹായത്തോടു കൂടി, അതേപോലെ റെയിൽവേ ലൈൻസ് ഉപയോഗിച്ച്, പൈപ്പ് ഉപയോഗിച്ച്, കേബിൾ ഉപയോഗിച്ച് ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ലോജിസ്റ്റിക്സ് നടത്തുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സ് മേഖലയിലെ ജോലി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായും ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പ്രധാനമായും ഒരു സാധനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ ലോജിസ്റ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്നത് വെയർഹൗസാണ്. വെയർഹൗസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സിൻ്റെ നെടുന്തൂണുകളാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമ്മൾ പല സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഓർഡറിൻ്റെ ട്രാക്ക് നോക്കുമ്പോൾ പലപ്പോഴും ഇടയിൽ പല ഭാഗങ്ങളിലും ഇത് നിൽക്കുന്നതായി കാണിക്കുന്നുണ്ടല്ലോ, ഇന്ന സ്ഥലത്തെത്തി എന്നുള്ളത്. അപ്പോൾ ആ ഇടയിലുള്ള ആ സ്ഥലങ്ങളെയാണ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. അതായത് ലോജിസ്റ്റിക്സിൻ്റെ ആവശ്യമായ രീതിയിൽ ഫിസിക്കലായി സാധനങ്ങൾ വളരെയധികം സംരക്ഷിക്കപ്പെടാൻ യോഗ്യതയുള്ള സ്ഥലങ്ങളെയാണ് വെയർഹൗസുകൾ എന്നറിയപ്പെടുന്നത്. പണ്ട് ഗോഡൗൺ എന്നായിരുന്നെങ്കിൽ ഇന്ന് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി വളരെ അടുക്കും ചിട്ടയോടുകൂടി നടത്തുമ്പോൾ അതിനെ നമ്മൾ വെയർഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഇൻവെൻട്രി സോഫ്റ്റ്വെയർസും വെയർഹൗസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസും ഒക്കെ സഹായത്തോടു കൂടിയാണ് വെയർഹൗസിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ കൊണ്ട് നമുക്ക് വെയർഹൗസ് മനസ്സിലാക്കി എടുക്കാമെന്നാൽ, നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഒരു മരുന്ന് ചോദിക്കുമ്പോൾ അവർ ഫിസിക്കലി ചെന്ന് മരുന്ന് എടുക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിൽ ആ സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ഏത് റാക്കിലാണ് അത് ഇരിക്കുന്നത്, ഏത് ഷെൽഫിലാണ് അത് ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്തു തരുന്ന പ്രോസസ്സ് വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണല്ലോ. അതിനെയാണ് നമ്മൾ വെയർഹൗസിംഗ് എന്ന് പൊതുവെ പറയുന്നത്. അതായത് ഒരു സാധനം നമ്മൾ വയ്ക്കുക എന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് റിട്രീവ് ചെയ്യുക അഥവാ അത് എടുക്കുക എന്ന് പറയുന്നത് പരമപ്രധാനമാണ് വെയർഹൗസിംഗ്. നമ്മുടെ വീട്ടിലുള്ള വാഹനത്തിൻ്റെ താക്കോൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായി വയ്ക്കുകയും പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അബദ്ധം പറ്റിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മൾ ഒരു അത്യാവശ്യത്തിന് കിടന്ന് വിഷമിച്ച് പോകുന്നു അല്ലേ. ആ സ്ഥാനത്ത് ഒരു 100 വണ്ടിയുടെ താക്കോൽ സൂക്ഷിക്കുന്ന ഒരു സമയത്ത് 100 ഡ്രൈവർമാരാണ് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിലോ. അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വെയർഹൗസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും അത് അടുക്കും ചിട്ടയുമായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള കാര്യത്തെ കോംപ്ലിക്കേഷൻ പരമാവധി ഒഴിവാക്കി വളരെ ഫാസ്റ്റായിട്ട് സാധനങ്ങൾ അടുക്കി വയ്ക്കുകയും അതേപോലെ ഫാസ്റ്റായിട്ട് തന്നെ സാധനങ്ങൾ റിട്രീവ് ചെയ്യുകയും, ഇതുകൂടാതെ എന്തെല്ലാം സാധനങ്ങളാണ് ഇരിക്കുന്നതെന്നുള്ള കൃത്യമായ എൻട്രിയും അതിൽ നിന്ന് വിറ്റുപോകുന്നതോ വെയർഹൗസിന് പുറത്തേക്ക് പോകുന്നതോ, അതായത് ലോജിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നതായ സാധനങ്ങളെ കൃത്യമായിട്ട് അതിൽ നിന്ന് മാറ്റി സ്റ്റോക്കിൽ നിന്ന് കുറയ്ക്കുന്നതും എല്ലാം വെയർഹൗസിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ്. കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് സാധനങ്ങൾ സോർട്ട് ചെയ്യുക, സാധനങ്ങൾ അടുക്കാനും എടുക്കാനും മറ്റുമായിട്ട് ഫോർക്ക് ലിഫ്റ്റ് തുടങ്ങിയ വെഹിക്കിൾസ് ഉപയോഗിക്കുക. അങ്ങനെ വെയർഹൗസുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതയുള്ള ലോജിസ്റ്റിക്സ് മേഖലയിൽ വരുന്ന ഒന്ന് തന്നെയാണ്. പ്രധാനമായും ലോജിസ്റ്റിക്സിൽ നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയും. ഇവിടെ നമ്മുടെ വെയർഹൗസിനകത്തേക്ക് വരുന്നതിനെ നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് അർത്ഥമാക്കുന്നു. വെയർഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇൻവെൻട്രിയിൽ നിന്ന് സ്റ്റോക്ക് കുറയ്ക്കുന്നു, അതിനുശേഷം ഈ പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ ക്ലിയർ ആക്കിയിട്ട് ഈ സാധനം കസ്റ്റമറുടെ ലേബൽ ചെയ്ത് ഇത് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിലേക്ക് കൊടുക്കുന്നു. ഇപ്പോഴും ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരിക്കും ഈ പറയുന്ന സാധനം കൃത്യമായിട്ട് ആർക്കാണോ ആവശ്യം കസ്റ്റമേഴ്സിന് അത് ഡെലിവറി ചെയ്യുക. കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവിടെ ഓർഡർ ഫുൾഫിൽ ആവുകയും ആ ഫുൾഫിൽമെൻറ്റിൻ്റെ ഭാഗമായി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഒരു തുക, അതിന് കൃത്യമായ തുക, സർവീസ് ചാർജ് അല്ലെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ചാർജ്, ഇതെല്ലാം കൃത്യമായിട്ട് കമ്പനിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ നടക്കുന്ന ലോജിസ്റ്റിക്സും വെയർഹൗസും അഥവാ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സും ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സും ഒക്കെ ചേർന്ന് നടക്കുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു. കാരണം ഇവിടെ നമുക്കൊരു ഡിമാൻഡ് ഉണ്ടായി, ആ ഡിമാൻഡിന് നമ്മൾ സപ്ലൈ ചെയ്തു, ആ സപ്ലൈ പൂർത്തിയായി നമുക്കതിൻ്റെ പൈസയും കിട്ടി. അതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കൊണ്ടുപോയ പ്രോഡക്റ്റ് കസ്റ്റമറിന് ഇഷ്ടപ്പെടാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ കസ്റ്റമർ അത് വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ അതിനെ തിരിച്ച് കൃത്യമായ രീതിയിൽ വെയർഹൗസിംഗ്, അതായത് എവിടെയാണോ സോഴ്സ് ആ സോഴ്സിലേക്ക് എത്തിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിനെ റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ലോജിസ്റ്റിക്സിൽ പ്രധാനമായും നമ്മൾ സാധാരണ ഫസ്റ്റ് പാർട്ടിയും തേർഡ് പാർട്ടിയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അവരവർ തന്നെ സാധനങ്ങൾ ലോജിസ്റ്റിക്സിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികളെയാണ് ലോജിസ്റ്റിക്സിലെ ഫസ്റ്റ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ വേറെ ഒരാളുടെ സഹായം തേടാറില്ല. അവരുടെ തന്നെ വണ്ടിയിലായിരിക്കാം അവരുടെ ലോജിസ്റ്റിക്സും അവരുടെ തന്നെ വെയർഹൗസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവർ ഒരു ഉൽപ്പന്നവും ഉണ്ടാക്കുന്നില്ല. അവർ ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നവരിൽ നിന്ന് സാധനങ്ങൾ കൃത്യമായി അവരുടെ വെയർഹൗസിൽ ശേഖരിച്ച് അവർ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആണ്. ഇന്ന് ലോകത്താകമാനം തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത്. അഥവാ വെയർഹൗസുകളിലും തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സുകളിലുമാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത്. നമ്മുടെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് അഥവാ നമ്മുടെ ലോജിസ്റ്റിക്സ് എന്താണെന്നുള്ളത് വളരെ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട്. 2 വെയർഹൗസ്
ഓപ്പറേഷൻസ് വെയർ ഹൗസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വെയർ ഹൗസ് ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സുമായിട്ട് ചേർന്നിട്ടുള്ള സെയിൽസ്, മാർക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഇതും നമ്മൾ പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രോഫിറ്റബിൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ മാർക്കറ്റിങ്ങിന് സിമ്പിളായി പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 P's കൺസെപ്റ്റാണുള്ളത്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിൽക്കപ്പെടാൻ യോഗ്യതയുള്ളൊരു വസ്തു. പ്രൈസ് എന്ന് പറയുന്നത് അതിനിട്ടിരിക്കുന്ന വില, അതിൽ ലോജിസ്റ്റിക്സിൻ്റെ ചിലവും അതിൻ്റെ ഉൽപ്പാദന ചിലവും ലാഭവും എല്ലാം ഉൾപ്പെടെയാണ്. പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ് ഈ സാധനം വിൽക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണോ, അതോ സാധാരണ കൺസ്യൂമബിൾസ് ആണോ, ഫുഡ് ഐറ്റംസ് ആണോ, അത് എവിടെയാണ്, സൂപ്പർ മാർക്കറ്റിലാണോ വിൽക്കേണ്ടത്, അതല്ല കമ്പനി ടു കമ്പനിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലേസ് കൊണ്ട് സൂചിപ്പിക്കുന്നു. പ്രൊമോഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചാണ്. അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസ് ആവാം, ന്യൂസ് പേപ്പർ ആവാം, TV, റേഡിയോ ആവാം, ഇൻ്റർനെറ്റ് ആവാം, ഏത് രീതിയിൽ, അതായത് നമുക്കിപ്പോൾ മെറ്റ ആഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ. അപ്പോൾ ഈ 4 P കൺസെപ്റ്റ് അതിനകത്ത് വരുന്നു. സെയിൽസ് എന്ന് പറയുന്നത് ആക്ച്വൽ റവന്യൂ പാർട്ടാണ്. അതായത് മാർക്കറ്റിങ്ങിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുകയും അത് നമ്മൾ വേറൊരാൾക്ക് കൃത്യമായി എക്സ്പ്ലനേഷൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കുകയും മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് എന്താണ് നമ്മുടെ വ്യത്യാസം, എന്താണ് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് മനസ്സിലാക്കി സെയിൽസിലേക്ക് കൊടുക്കുന്നു. കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോജിസ്റ്റിക്സിലെ ആയാലും അതല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലെ ആയാലും സെയിൽസിലെ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയമോ അല്ലെങ്കിൽ പരാതിയോ ഉന്നയിച്ചാൽ അതിനെ വ്യക്തമായ രീതിയിൽ സോൾവ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഒരു പ്രോഡക്റ്റ് എത്ര നല്ലതാണെങ്കിൽ സർവീസ് മോശമാണെങ്കിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെടും. മറിച്ച് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. കൃത്യമായി സാധനങ്ങൾ എത്തിക്കുന്നു, പക്ഷേ സ്വഭാവം മോശമായിട്ടുള്ള ഒരു ഡെലിവറി ബോയ് ആണ് അവിടെ ചെല്ലുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ അവർ കസ്റ്റമറിനെ വിളിക്കും. കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന സമയത്ത് അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ ആയിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഇതിന് പൊതുവായ ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായി ഈ കോഴ്സിൽ എന്തെല്ലാം പഠിക്കുന്നു? നമ്മൾ ഈ കോഴ്സിൽ പ്രധാനമായിട്ട് മാനേജ്മെൻറ്റും പഠിക്കുന്നു, ബിസിനസ് അഡ്മിനിസ്ട്രേഷനും പഠിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. കാരണം നമ്മളൊരു വെയർ ഹൗസിൽ ജോലിക്കായിട്ട് കയറിയാലും നമുക്ക് പിന്നീട് സൂപ്പർവൈസറായിട്ടും വെയർ ഹൗസ് മാനേജറായിട്ടും ഉയരാൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ താഴെ ഒരു ടീം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവർക്ക് പരിശീലനം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു തൊഴിൽ ചെയ്യുന്നത് വേറെ, തൊഴിൽ ചെയ്യിക്കുന്നത് വേറെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റ് കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ സെയിൽസ്, മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ പ്രധാനമായും ബിസിനസ്, എക്കോണമി തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതും വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്, ഇൻ്റർവ്യൂ സ്കിൽസ് എല്ലാം ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈഫ് സ്കില്ല്, സോഫ്റ്റ് സ്കില്ല്, അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് അത് ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലുള്ള സിമ്പിൾ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്കും മലയാളത്തിലുള്ള ക്ലാസ്സുകളും ഏത് നേരവും സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ് റൂം വാട്സപ്പ് ഗ്രൂപ്പും നമുക്കുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റുഡൻസിനും സൗകര്യാർത്ഥം ഏത് സമയത്തും യൂസർ നെയിം, പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. 2 മാസത്തെ ദൈർഘ്യത്തിനകത്ത് തന്നെ, അതായത് 60 ദിവസത്തിനകത്ത് തന്നെ എക്സാം നടത്തി ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് ഗൂഗിൾ ഫോം ഉപയോഗിച്ച് വരുന്ന സിമ്പിൾ എക്സാമിനേഷനാണ്. അത് പാസ്സായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നേടുകയും നിങ്ങൾക്ക് ഇന്ത്യയിലോ വിദേശത്തോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. സീഡ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ISO സർട്ടിഫൈഡ് സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ നൽകുന്നത്. ഇത് പഠിച്ചിട്ട് ഇപ്പോൾ ഒരു 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ പോലും തെറ്റില്ലാത്ത വിധം ഒരു വെയർ ഹൗസ് ജോലി ലഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ ലഭിക്കുക. വെയർ ഹൗസ് മാനേജർ, വെയർ ഹൗസ് സൂപ്പർവൈസർ, പിന്നെ അതേപോലെ ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റർ, ലോജിസ്റ്റിക്സ് സൂപ്പർവൈസർ, ലോജിസ്റ്റിക്സ് മാനേജർ, പിന്നെ സെയിൽസ്, മാർക്കറ്റിംഗ് മാനേജർ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ, CRM, CRE, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള എല്ലാ വിവിധ മേഖലകളിലും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും, ജോലിയിൽ പ്രവേശനം ലഭിക്കും. പ്രധാനമായും ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുന്നതാണ്. ആ ഇൻ്റർവ്യൂ സ്കിൽസ് എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ലോജിസ്റ്റിക്സ് മേഖലയിൽ പ്രവേശനം നേടിയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതാത് മേഖലയിൽ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അടിസ്ഥാനപരമായ ജോലിക്ക് ആവശ്യമായതെല്ലാം ഈ സർട്ടിഫിക്കറ്റിലും ഈ കോഴ്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാമാന്യേന കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് ഈ കോഴ്സ് നടത്തപ്പെടുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുമാണ് നടത്തപ്പെടുന്നത്. കൃത്യമായ സ്ട്രക്ചറോടുകൂടി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ബുക്കിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകളുടെ സഹായത്തോടുകൂടി ശരിക്കും ഒരു ലൈവ് ക്ലാസ്സിൻ്റെ അതേ ഫീലാണ് നടത്തുന്നത്. അതായത് ഒരു ക്ലാസ് റൂം സ്റ്റഡി എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് സമയത്തും ട്രെയിനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ചെറിയ MBA പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന അതേ പവർഫുൾനെസ്സും അതേ നോളജോടുകൂടി നിങ്ങൾക്ക് പാസ്സാവാനും സാധിക്കും. ലോകത്താകമാനം എന്തായാലും വെയർ ഹൗസിങ്ങിനുള്ള ജോലി സാധ്യതകളും, ലോജിസ്റ്റിക്സിനുള്ള ജോലി സാധ്യതകളും, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള ജോലി സാധ്യതകളും, മാർക്കറ്റിംഗിലും സെയിൽസിലുള്ള ജോലി സാധ്യതകൾ ഒരിക്കലും മങ്ങില്ല എന്നറിയുക. തീർച്ചയായും ഒരിക്കലും അവസാനിക്കാത്ത ഇത്തരം പ്രൊഫഷണൽ ജോലികളിലേക്ക് കയറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഈ കോഴ്സ് നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഈ കോഴ്സ് പ്രവേശനം നേടുക, പഠിക്കുക. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗ്യം നിങ്ങൾ നേടിയെടുക്കുക. കൂടുതൽ സംശയങ്ങൾക്ക് കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ശരി, നന്ദി, താങ്ക് യു.